നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവിയായി ആരെത്തും? സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക കേന്ദ്ര അനുമതിക്കായി അയക്കുമ്പോൾ 30 വർഷം സേവനം പൂർത്തിയാക്കിയ 6 IPS ഉദ്യോഗസ്ഥരുടെ പേരാണ് ഇതിലുള്ളത്. ഇതിൽ നിന്നും 3 പേരുടെ ചുരുക്ക പട്ടിക കേന്ദ്രം തിരിച്ചു കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പിന്തുണയുള്ളവർ മാത്രമേ അന്തിമ ചുരുക്ക പട്ടികയിൽ ഇടം പിടിക്കൂ. അപ്പോഴും അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാകും. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാളിന്റെ പേരാണ് പട്ടികയിൽ ആദ്യമുള്ളത്. ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ ചന്ദ്രശേഖർ, വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിതർ എന്നിവർ പട്ടികയിലുണ്ട്. കൂടാതെ മുൻ MLA PV അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന MR അജിത് കുമാറും പട്ടികയിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേസ് സാഹിബ് ജൂൺ മാസമാണ് വിരമിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പട്ടിക കൈമാറിയത്. BSFന്റെ ഡയറക്ടർ ജനറലായിരുന്നു നിതിൻ അഗർവാൾ. കേന്ദ്ര അനിഷ്ടത്താൽ അവിടെ നിന്നും നീക്കി നിതിനെ കേരള കേഡറിലേക്ക് അയച്ചത് കേന്ദ്ര സർക്കാരാണ്. ഈ പ്രശ്നമുള്ള നിതിനെ കേരളത്തിലെ DGP പട്ടികയിൽ കേന്ദ്രത്തിലെ UPSC പരിഗണിക്കുമോ എന്നത് നിർണായകമാണ്. നിതിനെ പരിഗണിച്ചാൽ സീനിയോറിറ്റി മാനദണ്ഡത്തിൽ നിതിനും റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയും DGP പട്ടികയിലെത്തും. ഇതിൽ നിന്നും ഒരാളെ പിണറായി സർക്കാരിന് തിരഞ്ഞെടുക്കാം. നിലവിലെ സാഹചര്യത്തിൽ വിജിലൻസ് ഡയറക്ടറായ യോഗേഷ് ഗുപ്തയ്ക്ക് ഈ ഘട്ടത്തിൽ നറുക്കു വീഴാൻ സാധ്യതകൾ ഏറെയാണ്. നിതിൻ അഗർവാളിനെ പരിഗണിച്ചില്ലെങ്കിൽ റവാഡയും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും പട്ടികയിലെ ആദ്യ 3 പേരായി മാറും. ഇത്തരമൊരു പട്ടിക സർക്കാരിന് മുന്നിലേക്ക് വന്നാൽ മനോജ് എബ്രഹാമിനെയും സർക്കാർ പരിഗണിക്കും. സർക്കാർ കൈമാറിയ 6 പേരുടെ പട്ടികയിൽ റവാഡയും സുരേഷ് രാജ് പുരോഹിതും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. ഇവരെ കേന്ദ്രം ഒഴിവാക്കാനും സാധ്യതയുണ്ട്. അതിസുപ്രധാന ചുമതലകളിലാണ് ഇരുവരും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ പേരുകളും BSFിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിതിന്റെയും പേര് ഒഴിവാക്കപ്പെട്ടാൽ കേരള കേഡറിലുള്ള മറ്റു 3 പേർ മാത്രമാകും അന്തിമ പട്ടികയിൽ ഉണ്ടാവുക. അങ്ങനെ വന്നാൽ യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും അജിത് കുമാറും DGPക്കായുള്ള അന്തിമ സാധ്യതാ പട്ടികയിലെത്തും. അങ്ങനെയൊരു പട്ടിക വന്നാൽ ഈ സമയം ആരെയാകും DGP ആക്കുക എന്നത് നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ MR അജിത് കുമാറിനും സാധ്യത കൂടും. സാധാരണ നിലയിൽ കേരളം അയക്കുന്ന പട്ടികയിലെ സീനിയോറിറ്റി പ്രകാരമുള്ള ആദ്യ 3 പേരെ നിശ്ചയിച്ച് തിരിച്ചയക്കുന്നതാണ് സാധാരണ ചെയ്യുക. മുൻപ് സീനിയർ ആയിരുന്ന ടോമൻ തങ്കച്ചേരിയെ വിജിലൻസ് കേസുകളുടെ അടിസ്ഥാനത്തിൽ വെട്ടിയ സംഭവമുണ്ട്. UPSC യോഗത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി പങ്കെടുക്കും. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ നിലപാടും നിർണായകമാകും. കേന്ദ്രത്തിൽ നിന്നും ആരെയെല്ലാം മുൻപോട്ട് വച്ചാലും കേരളത്തിൽ നിലവിൽ ജോലിയെടുക്കുന്ന IPSകാരനെ മാത്രമേ പോലീസ് മേധാവിയാക്കുമെന്ന സൂചനകളുമുണ്ട്. അതുകൊണ്ട് തന്നെ യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, അജിത് കുമാർ എന്നിവരിൽ ഒരാൾക്കാകും സാധ്യത. ഇതിൽ ആരാകും DGP എന്നത് കേന്ദ്രം നൽകുന്ന 3 പേരുടെ അന്തിമ ചുരുക്ക പട്ടികയാകും നിശ്ചയിക്കുക.